വരവേൽക്കാൻ ലോകം. കലൂരിലെ നൃത്ത പരിപാടിയിൽ നടപടി കടുപ്പിച്ച് പോലീസ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പുതുപുലരിയെ വരവേൽക്കാൻ ലോകമൊരുങ്ങി. പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാതി ദ്വീപിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. അതേസമയം കൊച്ചിയിലും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി. ജില്ലയിൽ ഫോർട്ട് കൊച്ചിയിൽ കൂടാതെ കാലടിയിലും കാക്കനാടും കൂറ്റൻ പാപ്പാഞ്ഞിമാരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ് കലൂരിലെ നൃത്ത പരിപാടിയിൽ കടുത്ത നടപടിയിലേക്ക് പോലീസ്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തെന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മണിപ്പൂരിലെ ജനതയോട് മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. മണിപ്പൂർ സംഘർഷത്തിൽ ജനങ്ങളോട് മാപ്പ് പറയുന്നുവെന്നും ഈ വർഷം സംസ്ഥാനത്തുണ്ടായത് നിർഭാഗ്യകരമായ സംഭവങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025 സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം നടത്തിയത്. സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. എങ്കിലും റിനെ മെഡിസിറ്റിയിലെ വെന്റിലേറ്ററിൽ തുടരും. ഉമ കണ്ണു തുറന്നതായും കൈകാലുകൾ അനക്കിയതായും അവരോട് അടുപ്പമുള്ള വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മസ്തിഷ്കത്തിലെ പരിക്കുകൾ ഗുരുതരമല്ലെന്നത് ആശ്വാസമാണ്. സൂത്രശാലിയായ കുറുക്കനാണ് നരേന്ദ്രമോദി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കൊക്കിന് പരന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയ കുറുക്കന്റെ ബുദ്ധിയാണ് മോദിക്കെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന് ജനങ്ങളുടെ വികാരം മനസ്സിലാകുന്നില്ല. ഹൃദയത്തിന് പകരം കരിങ്കല്ലാണ് മോദിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്യന്തം പ്രകോപനപരവും അപലപനീയവുമായ മന്ത്രിയുടെ പ്രസ്താവന കേരളത്തോടുള്ള സംഘപരിവാറിന്റെ അടിസ്ഥാന സമീപനമാണ് വെളിപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ വാർത്ത സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. നിമിഷ പ്രിയയുടെ മോചനത്തിനായി അമ്മ എല്ലാ വഴിയും തേടുന്നുണ്ടെന്ന് അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തരാവധ കേസിലെ പ്രതി സൂരജിന് പരോൾ ലഭിക്കാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ അമ്മ രേണുകയ്ക്ക് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു. രേണുകയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെയും 2 പേരുടെ ആൾ ജാമ്യത്തിലും വിട്ടയക്കണം എന്നാണ് ജസ്റ്റിസ് P. കൃഷ്ണകുമാറിന്റെ ഉത്തരവ്. സൂരജിന് പരോൾ ലഭിക്കാൻ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൂരജിന്റെ അമ്മ രേണുകയ്ക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വീണ്ടും തോൽവി. 24 റൺസിലാണ് ബംഗാൾ കേരളത്തെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗാൾ 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 47-ാം ഓവറിൽ 182 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. US-ന്റെ 39ാമത് പ്രസിഡന്റും സമാധാന നോവൽ ജേതാവുമായ ജിമ്മി കാർട്ടറിന് വിട. ജോർജിയയിലെ വീട്ടിലാണ് 100-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചത്. 2018-ൽ 94-ാം വയസ്സിൽ അന്തരിച്ച ജോർജ് W. ബുഷിന് ശേഷം ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും പ്രായം ചെന്നയാളായിരുന്നു കാർട്ടർ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച US പ്രസിഡന്റുമാണ്. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.